Welcome to my YouTube channel Biology Vlogs. അപ്പോൾ ഇന്ന് ഞാൻ ലൈവ്സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഇത് ലൈവ്സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പൗൾട്രി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 33/2015 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. 21st ക്വസ്റ്റ്യൻ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 21st ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഫേമസ് ബുക്ക് ആരാണ് എഴുതിയത്? ഓപ്ഷൻ എ ലാമാർക്ക്, ഓപ്ഷൻ ബി ഡാർവിൻ, ഓപ്ഷൻ സി ഡീവ്രിസ്, ഓപ്ഷൻ ഡി മെൻറ്റൽ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത്? ഡാർവിൻ ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അറ്റ് എനി പർട്ടിക്കുലർ ലെവൽ ഇൻ എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഈസ് കാൾഡ്. ഓപ്ഷൻ എ സ്പീഷീസ്, ഓപ്ഷൻ ബി ജീനസ്, ഓപ്ഷൻ സി ഫൈലം, ഓപ്ഷൻ ഡി ഫാമിലി. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സ്പീഷീസ് ആണ് കറക്റ്റ് ആൻസർ. അതായത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അറ്റ് എനി പർട്ടിക്കുലർ ലെവൽ ഇൻ എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഈസ് കാൾഡ് സ്പീഷീസ്. 23rd question, pyramid of energy in ecosystem is. Option A mostly parallel, option B always inverted, option C always upright, option D mostly inverted. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓൾവേസ് അപ്രൈറ്റ് ആണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24th question, mitotic stages are not observed in. Option A Cosmerium, option B E. coli, option C Saccharomyces, option D Chlorella. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, E. coliയിലാണ് മൈറ്റോട്ടിക് സ്റ്റേജസ് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്ലാസ് ഓഫ് ക്രെറ്റനിസം ഈസ്. ഓപ്ഷൻ എ ഹൈപ്പോതൈറോയിഡിസം, ഓപ്ഷൻ ബി ഹൈപ്പോപാരാതൈറോയിഡിസം, ഓപ്ഷൻ സി ഹൈപ്പർ തൈറോയിഡിസം, ഓപ്ഷൻ ഡി ഹൈപ്പർ പാരാതൈറോയിഡിസം. അപ്പോൾ ക്രെറ്റനിസം എന്ന് പറയുന്നത് ഏത് കണ്ടീഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25th ക്വസ്റ്റ്യൻ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഏതാണ്? ഹൈപ്പോതൈറോയിഡിസം ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 26th ക്വസ്റ്റ്യൻ, ദ ഗ്യാസ്ട്രിൻ ഈസ് സെക്രീറ്റഡ് ഫ്രം. ഗ്യാസ്ട്രിൻ സെക്രീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ഇൻഡസ്റ്റൈൻ, ഓപ്ഷൻ ബി സ്റ്റൊമക്ക്, ഓപ്ഷൻ സി പാൻക്രിയാസ്, ഓപ്ഷൻ ഡി റെക്റ്റം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിലാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ട്രൂ അബൌട്ട് ഹാർട്ട്വുഡ്. ഹാർട്ട്വുഡുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ വാട്ടർ കണ്ടക്ഷൻ. ഓപ്ഷൻ ബി ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ആൽബുറനം. Option C, it is dark in color but very soft. Option D, it has structural elements which are filled with tannin, resin, etc. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ വാട്ടർ കണ്ടക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് അതും പിന്നെ എന്താണ്? ഓപ്ഷൻ ഡിയും ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ വാട്ടർ കണ്ടക്ഷൻ ആൻഡ് ഇറ്റ് ഹാസ് സ്ട്രക്ചറൽ എലമെന്റ്സ് വിച്ച് ആർ ഫിൽഡ് വിത്ത് ടാനിൻ, റെസിൻസ്. ഈ ഓപ്ഷനാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 28th ക്വസ്റ്റ്യൻ ആണ്, വെൻ റെഡ് ബ്ലഡ് കോർപ്പസൽസ് കണ്ടെയ്നിങ് ബോത്ത് എ ആൻഡ് ബി ആൻറ്റിജൻസ് ആർ മിക്സ്ഡ് വിത്ത് യുവർ ബ്ലഡ് സീറം ദേ അഗ്ലൂട്ടിനേറ്റ്, ഹെൻസ് യുവർ ബ്ലഡ് ഗ്രൂപ്പ് ഈസ്. ഓപ്ഷൻ എ ഒ, ഓപ്ഷൻ ബി എ ബി, ഓപ്ഷൻ സി ബി, ഓപ്ഷൻ ഡി എ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഒ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? അഗ്ലൂട്ടിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 29th ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഓപ്ഷൻ എ സൾഫർ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ ഡി ഓക്സിജൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 30th ക്വസ്റ്റ്യൻ, BT brinjal is an example for transgenic crops. In this, BT refers to. Option A Bacillus
tuberculosis. Option B, biotechnology. Option C, beta carotene. Option D, Bacillus thuringiensis. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബാസിലസ് തുറഞ്ചിനസിസ് ആണ് BT ബ്രിഞ്ചാലിലെ BT. അടുത്ത ക്വസ്റ്റ്യൻ, 31st ക്വസ്റ്റ്യൻ. Osteomalacia is a deficiency disease of option A, infants due to protein energy malnutrition. Option B, adults due to vitamin K deficiency. Option C, adults due to vitamin D deficiency. Option D, infants due to vitamin K deficiency. അപ്പോൾ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അഡൽട്ട്സ് ഡ്യൂ ടു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ്. 32nd ക്വസ്റ്റ്യൻ. Which one of the following is polysaccharide? Option A, glycogen. Option B, sucrose. Option C, lactose. Option D, maltose. ഇതിലേതാണ് പോളിസാക്രൈഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്നൊക്കെ അറിയാം. ഓപ്ഷൻ എ ഗ്ലൈക്കോജൻ ആണ് പോളിസാക്രൈഡ്. ഓക്കെ, ഇതിൽ സൂക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈസാക്രൈഡ് ആണ്. അതുപോലെ ലാക്ടോസും മാൾട്ടോസും ഡൈസാക്രൈഡ് ആണ്. 33rd question. A balanced diet does not include option A, carbohydrate and fat. Option B, nucleic acids and enzymes. Option C, proteins and vitamins. Option D, minerals and salts. Balanced diet include ചെയ്യാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് എൻസൈംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 34th ക്വസ്റ്റ്യൻ. ദ പാർട്ട് ഓഫ് ദി ബ്രെയിൻ വെയർ ദ സെൻറ്റർ ഫോർ ഹങ്കർ ആൻഡ് ത്രസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. ഓപ്ഷൻ എ, സെറിബ്രം. ഓപ്ഷൻ ബി, ഹൈപ്പോതലാമസ്. ഓപ്ഷൻ സി, സെറിബെല്ലം. ഓപ്ഷൻ ഡി, മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പം ഹൈപ്പോതലാമസിലാണ് ഹങ്കറും തേഴ്സ്റ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. 35th ക്വസ്റ്റ്യൻ. ദ നെയിം ഓഫ് ദി പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് ഈസ്. ഓപ്ഷൻ എ, ലിംഫ് നോഡ്. ഓപ്ഷൻ ബി, സൈനോ ഏട്രിയൽ നോഡ്. ഓപ്ഷൻ സി, ബൈക്കസ്പിഡ് വാൽവ്. ഓപ്ഷൻ ഡി, സെമി ലൂണാർ വാൽവ്. അപ്പോൾ 35th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സൈനോ ഏട്രിയൽ നോഡ് അഥവാ SA നോഡ് എന്ന് പറയും. അതാണ് പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്നത്. പൈനസ് ബിലോങ് ടു ദ ക്ലാസ്. ഓപ്ഷൻ എ, ജെൻറ്റോസോഡ. ഓപ്ഷൻ ബി, സിക്കാഡോപ്സിഡ. ഓപ്ഷൻ സി, കോണിഫെറോപ്സിഡ. ഓപ്ഷൻ ഡി, സ്പിനോപ്സിഡ. അപ്പോൾ ഇതിനകത്ത് പൈനസ് വരുന്നത് ഏത് ക്ലാസ്സിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 36th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കോണിഫെറോപ്സിഡയിലാണ് പൈനസ് വരുന്നത്. പൈനസ് എന്ന് പറയുമ്പോൾ ആരാണ്? ജിംനോസ്പേംസിൽ വരുന്ന ഒരു എന്താണ് ഒരു പ്ലാന്റ് ആണ് പൈനസ് എന്ന് പറയുന്നത്. അത് കോണിഫെറോപ്സിഡ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് വരുന്നത്. 37th ക്വസ്റ്റ്യൻ. Which of the following human cells do not contain mitochondria? Mitochondria ഇല്ലാത്ത human cell. Option A, nerve cell. Option B, red blood cells. Option C, liver cell. Option D, white blood cells. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. റെഡ് ബ്ലഡ് സെൽസിലാണ് മൈറ്റോകോൺട്രിയ ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. Which function will be lost due to damage of occipital lobe? Occipital lobe ഡാമേജ് ചെയ്താൽ എന്ത് ഫംഗ്ഷനാണ് നഷ്ടമാവുന്നത്? ഓപ്ഷൻ എ, ഹിയറിംഗ്. ഓപ്ഷൻ ബി, സ്പീച്ച്. ഓപ്ഷൻ സി, വിഷൻ. ഓപ്ഷൻ ഡി, മെമ്മറി. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം. ഓക്സിപെറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എന്താണ് കണക്റ്റഡ് ടു വിഷൻ അല്ലേ? അപ്പോൾ വിഷനാണ് ലോസ് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ട്രാൻസ്പിറേഷൻ ഫെസിലിറ്റേറ്റ്സ്. Option A, opening of stomata. Option B, absorption of water by roots. Option C, excretion of minerals. Option D, electrolyte balance. അപ്പം 39th ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ട്രാൻസ്പിറേഷൻ ഫെസിലിറ്റേറ്റ്സ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ റൂട്ട്സ് ആണ്. 40th ക്വസ്റ്റ്യൻ. The binomial system of classification was developed by. Binomial system of classification ഡെവലപ്പ് ചെയ്ത ആരാണ്? ഓപ്ഷൻ എ, വാലസ്. ഓപ്ഷൻ ബി, ലീനസ്. ഓപ്ഷൻ സി, മാൽത്തസ്. ഓപ്ഷൻ ഡി, വാട്സൺ. അപ്പോൾ ബൈനോമിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ഓപ്ഷൻ ബി ആണ്. കാൾ ലീനേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്തത്. 41st ക്വസ്റ്റ്യൻ. So a cattle breed with double dished face and fawn color. Option A, HF. Option B, Jersey. Option C, Sahiwal. Option D, Vechur.
അപ്പോൾ കാറ്റിൽ ബ്രീഡ് വിത്ത് ഡബിൾ ഡിഷ്ഡ് ഫേസ് ആൻഡ് ഫോൺ കളർ എന്ന് പറയുന്ന ഏത് ബ്രീഡിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജേഴ്സി. ഓപ്ഷൻ ബി ജേഴ്സി ആണ് കറക്റ്റ് ആൻസർ. 42nd question. The zoological classification of odd-toed domestic animals. Option A Artiodactyla. Option B ruminant. Option C mammalia. Option D Perissodactyla. അപ്പോൾ ഇതിൽ ഏതാണ് സുവോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഡ് ടോഡ് ഡൊമസ്റ്റിക് ആനിമൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പെറിസോഡാക്റ്റിലിയാണ് കറക്റ്റ് ആൻസർ. 43rd question. Name 2 important gases in biogas. ബയോഗ്യാസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ മീതെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഈതെയിൻ ആൻഡ് കാർബൺ മോണോക്സൈഡ്. ഓപ്ഷൻ സി ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ 43rd ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് ഓപ്ഷൻ എ ആണ്, മീതെയിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് എന്ന് പറയുന്നത്. At the 44th question, a group of sheep is called. ഗ്രൂപ്പിൻ്റെ ഷീപ്സിൻ്റെ ഗ്രൂപ്പിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ഹേർഡ്, ഓപ്ഷൻ ബി ഫ്ലോക്ക്, ഓപ്ഷൻ സി സ്റ്റോക്ക്, ഓപ്ഷൻ ഡി ഡ്രോവ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നാണ് പറയുന്നത്. 45th question. Most common identification method for pigs. Option A tattooing, option B tagging, option C ear notching, option D branding. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഫോർ പിഗ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പിഗ്സിൻ്റെ ഹസ്ബൻഡറിയിൽ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ ഐഡൻറ്റിഫിക്കേഷൻ എന്താണ് ഓഫ് ആനിമൽസിൻ്റെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. പിഗ്സിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇയർ നോച്ചിങ് എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 46th question. കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് ഗോട്ട്. കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് ഗോട്ടിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബക്ക്, ഓപ്ഷൻ ബി വെതർ, ഓപ്ഷൻ സി ബോർ, ഓപ്ഷൻ ഡി റാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വെതർ എന്നാണ് പറയുന്നത്. 47th question. ലയർ ഹോൺ ഗ്രേ കാറ്റിൽ ഗ്രൂപ്പ്സ്. ഓപ്ഷൻ എ കാൻക്രജ് ആൻഡ് തർപ്പാക്കർ, ഓപ്ഷൻ ബി ഓങ്കോൾ ആൻഡ് റാത്തി, ഓപ്ഷൻ സി ഗിർ ആൻഡ് ഡിയോണി, ഓപ്ഷൻ ഡി നിമാരി ആൻഡ് സഹിവാൾ. ഇതിലേതാണ് ലയർ ഹോൺ ഗ്രേ കാറ്റിൽ ഗ്രൂപ്പ്സ് എന്നറിയപ്പെടുന്നത്? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കാൻക്രജ് ആൻഡ് തർപ്പാക്കർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 48th question. One synthetic breed of cattle. Option A Holstein Friesian, option B Tharparkar, option C Sahiwal, option D Curran Fries. കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, കറൻ ഫ്രൈസ് ആണ് സിന്തറ്റിക് ബ്രീഡ് ഓഫ് കാറ്റിൽ എന്ന് അറിയപ്പെടുന്നത്. 49th question. Optimum body weight of crossbred heifers at the time of first mating. Option A 125 kg, option B 250 kg, option C 180 kg, option D 300 kg. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 180 kg ആണ്. 50th question. An example of dairy type Indian cattle from Gujarat. Option A Sahiwal, option B Dioni, option C Sindhi, option D Gir. ഗുജറാത്തിൽ നിന്നുള്ള ഡയറി ടൈപ്പ് ഇന്ത്യൻ കാറ്റിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഗിർ ആണ് കറക്റ്റ് ആൻസർ. 51th question. Which of the following exotic cattle breed was not used in the cross breeding program in Kerala? Option A Ayrshire, option B Brown Swiss, option C Holstein Friesian, option D Jersey. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അയർഷെയർ ആണ് നമ്മൾ യൂസ് ചെയ്യാത്തത്. ഓക്കെ, ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാമിനായിട്ട് യൂസ് ചെയ്യാത്തത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 52nd question. Which of the following is a legume fodder? ലെഗ്യൂം ഫോഡർ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഗുനീപ് ഗ്രാസ്, ഓപ്ഷൻ ബി കൗപ്പി, ഓപ്ഷൻ സി മൈസ്, ഓപ്ഷൻ ഡി ജോവർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കൗപ്പിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അറിയാം, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 173/2014 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ,
അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൗപ്പിയാണ്. 53rd question. A female cattle above 1 year which has not calved is called. അപ്പോൾ കാൽവ് ചെയ്യാത്ത 1 ഇയറിന് മുകളിൽ പ്രായമുള്ള ഫീമെയിൽ കാറ്റിലിന് പറയുന്ന പേര്. ഓപ്ഷൻ എ കൗ, ഓപ്ഷൻ ബി ഡോ, ഓപ്ഷൻ സി ഹെയ്ഫർ, ഓപ്ഷൻ ഡി സ്റ്റീർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഹെയ്ഫർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ സുവോളജിക്കൽ നെയിം ഓഫ് ദി ഹംപ്ഡ് കാറ്റിൽ ഈസ്. ഓപ്ഷൻ എ ബോസ് ഇൻഡിക്കസ്, ഓപ്ഷൻ ബി ബോസ് ടൗറസ്, ഓപ്ഷൻ സി ബോസ് ബുബാലിസ്, ഓപ്ഷൻ ഡി ബോസ് അർണി. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബോസ് ഇൻഡിക്കസ് ആണ് സുവോളജിക്കൽ നെയിം ഓഫ് ഹംപ്ഡ് കാറ്റിൽ എന്ന് അറിയപ്പെടുന്നത്. 55th question. ദ ആവറേജ് ഗസ്റ്റേഷൻ പീരീഡ് ഇൻ ബഫലോസ് ഇൻ ഡേയ്സ്. അപ്പം ബഫലോസ് ഇൻ ഡേയ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗസ്റ്റേഷൻ പീരീഡ്, ബഫലോസിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. അത് മന്ത് ആയിട്ടാണ് ചോദിച്ചിരുന്നത്, ഇത് ദിവസമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 280 days, ഓപ്ഷൻ ബി 240 days, ഓപ്ഷൻ സി 335 days, ഓപ്ഷൻ ഡി 310 days. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 310 days ആണ് ഗസ്റ്റേഷൻ പീരീഡ് ഓഫ് ബഫലോ. അടുത്ത ക്വസ്റ്റ്യൻ. മെറ്റബോളിക് ഡിസീസ് ഇൻ കൗ റിലേറ്റഡ് വിത്ത് കാൽസ്യം. കാൽസ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റബോളിക് ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് മിൽക്ക് ഫീവർ, ഓപ്ഷൻ ബി കീറ്റോസിസ്, ഓപ്ഷൻ സി ബ്ലോട്ട്, ഓപ്ഷൻ ഡി അസിഡിയോസിസ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യനിൽ കുറച്ചൊരു മാറ്റം ഉണ്ടായിരുന്നു അല്ലേ? ഓപ്ഷൻസൊക്കെ ഇതേ സെയിം, രണ്ട് ഓപ്ഷൻ അതുപോലെ തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മെറ്റബോളിക് ഡിസീസ് ഇൻ കൗ റിലേറ്റഡ് വിത്ത് കാൽസ്യം എന്നറിയപ്പെടുന്നത് മിൽക്ക് ഫീവറാണ്. ഓക്കെ, അതൊരു ഓർഗാനിസംസ്, മൈക്രോബ്സ് കോസ് ചെയ്യുന്ന ഡിസീസ് അല്ല, കാൽസ്യം ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന മെറ്റബോളിക് ഡിസീസാണ് മിൽക്ക് ഫീവർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബ്രീഡ് ഓഫ് കാറ്റിൽ വിച്ച് ഈസ് നോൺ ആസ് ലാല ഓണിങ് ടു ദ ലൂസ് സ്കിൻ. ഓപ്ഷൻ എ ഗിർ, ഓപ്ഷൻ ബി തർപ്പാർക്കർ, ഓപ്ഷൻ സി സഹിവാൾ, ഓപ്ഷൻ ഡി സിന്ധി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സഹിവാൾ ആണ്. 58th question. The breed of cattle with a long pendulous ears resembling a curved leaf is. Option A Sahiwal, option B Red Sindhi, option C Gir, option D Dioni. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗിർ ആണ് കറക്റ്റ് ആൻസർ. 59th question. The goat Savai Chal is peculiar to the breed is called. Option A Sahiwal, option B Cancrage, option C Ongol, option D Dioni. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കാൻക്രേജ് ആണ് കറക്റ്റ് ആൻസർ. ജെയിൻ സവായി ചൽ എന്നറിയപ്പെടുന്നത്. 60th question. The average fat content in milk percentage of Jersey cow. Jersey cowൻ്റെ മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 5.5, ഓപ്ഷൻ ബി 4%, ഓപ്ഷൻ സി 3.5%, ഓപ്ഷൻ ഡി 7%. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 5.5% ആണ് ആവറേജ് ഫാറ്റ് കണ്ടന്റ് ഇൻ മിൽക്ക് ഓഫ് ജേഴ്സി കൗസ്. 61 question. Which one of the following is a meat type goat breed? Option A Jamna Pari, option B Alpine, option C Beetle, option D Boar. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ബോർ ആണ് കറക്റ്റ് ആൻസർ. മീറ്റ് ടൈപ്പ് ഗോഡ് ബ്രീഡ് എന്ന് പറഞ്ഞാൽ ബോർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ പെൽറ്റ് ടൈപ്പ് ബ്രീഡ് ഓഫ് ഷീപ്പ്. ഓപ്ഷൻ എ കാരാക്കുൾ, ഓപ്ഷൻ ബി മെറിനോ, ഓപ്ഷൻ സി പോൾബ്രോത്ത്, ഓപ്ഷൻ ഡി സുഫ്ലോക്ക്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കാരാക്കുളാണ് പെൽറ്റ് ടൈപ്പ് ബ്രീഡ് ഓഫ് ഷീപ്പ് എന്ന് അറിയപ്പെടുന്നത്. 63rd question. The poultry breed which belong to the Mediterranean class is. Option A Rhode Island Red, option B Australorp, option C Sussex, option D Leghorn. അപ്പോൾ ഇതിലേതാണ് പോൾട്രി ബ്രീഡ് വിച്ച് ബിലോങ് ടു ദ മെഡിറ്ററേനിയൻ ക്ലാസ് എന്നറിയപ്പെടുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ലെങ്കോൺ ആണ് മെഡിറ്ററേനിയൻ ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോൾട്രി ബ്രീഡ്.
64th question. Which of the following is a meat type duck? Option A, Indian runner. Option B, pelican. Option C, khaki campbell. Option D, കുട്ടനാടൻ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പെക്കിനാണ് മീറ്റ് ടൈപ്പ് ഡക്ക്. ബാക്കിയെല്ലാം തന്നെ എഗ്ഗിന് വേണ്ടിയിട്ട് നമ്മൾ റെയർ ചെയ്യുന്നതാണ്. 65th question. The incubation period of Japanese quail eggs is option A 18 days, option B 21 days, option C 28 days, option D 35 days. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 18 days ആണ്. അപ്പോൾ ക്വിൽസിൻ്റെ എഗ്സിൻ്റെ ഇൻക്യുബേഷൻ ടൈം എന്ന് പറഞ്ഞാൽ 18 days ആണ്. സാധാരണ ഹെൻസിൻ്റെ ആണെങ്കിൽ 21 days ആണ്, ഡക്ക് ആണെങ്കിൽ 28 days ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ അടുത്ത സെക്ഷനിൽ പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.